ഹായ് ഫ്രണ്ട്സ്, നമ്മൾ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന SMPSും അതുപോലെ ട്രാൻസ്ഫോമർ ടൈപ്പ് ലീനിയർ പവർ സപ്ലൈ എടുത്താൽ ഏതാണ് ഏറ്റവും മികച്ചത്? അപ്പോൾ ഇതിനുള്ള ഉത്തരവ് നോക്കിയാലോ. നമുക്ക് ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ള സൈസിൽ കാര്യങ്ങളെല്ലാം ഒതുങ്ങണം, വളരെ എഫിഷ്യൻ്റ് ആയിരിക്കണം, അതുപോലെ തന്നെ കുറഞ്ഞ വോൾട്ടേജിലൊക്കെ സ്റ്റേബിൾ ആയിട്ടുള്ള വോൾട്ടേജ് നൽകണമെങ്കിൽ തീർച്ചയായിട്ടും SMPS ചൂസ് ചെയ്യാം. SMPS വൈഡ് വോൾട്ടേജ് റേഞ്ച് ഉണ്ട്, അതുപോലെ തന്നെ പ്രൊട്ടക്ഷനൊക്കെ കുറച്ചും കൂടെ നല്ലതാണ്. എന്നാൽ SMPSനും അതിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻ ഉണ്ട്. ഇതിനകത്ത് ഈ സ്വിച്ചിങ് ഐസി തന്നെ വളരെ ഉയർന്ന ഫ്രീക്വൻസിയിൽ സ്വിച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഫിൽറ്ററിംഗ് ഇല്ലെങ്കിൽ ഔട്ട്പുട്ടിൽ നോയ്സ് ലെവൽ വളരെയധികം കൂടുതലായിരിക്കും. ഈ ഒരു കാരണം കൊണ്ട് തന്നെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഓഡിയോ എക്യുപ്മെൻസുകൾ, റേഡിയോ ഫ്രീക്വൻസി ട്രാൻസ്മീറ്ററുകൾ, അവയിലൊക്കെ ഇപ്പോഴും നമ്മുടെ ഈ പറയുന്ന സാധാരണ ട്രാൻസ്ഫോമർ ബേസ് ചെയ്തിട്ടുള്ള ലീനിയർ പവർ സപ്ലൈ ആണ് ഉപയോഗിക്കുന്നത്. കാരണം അവിടെ ഹൈ ഫ്രീക്വൻസി നോയ്സോ ക്ലിക്കിംഗ് സൗണ്ടോ ഒന്നും കേൾക്കത്തില്ല. പിന്നെ വളരെ ഉയർന്ന കറണ്ട് കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കാൻ SMPSനെക്കാട്ടിൽ എന്തുകൊണ്ടും എടുക്കാൻ നമ്മുടെ ഈ ട്രാൻസ്ഫോമർ തന്നെയാണ്. കാരണം ഉയർന്ന ലോഡിലും ട്രിപ്പായി പോകുന്ന അല്ലെങ്കിൽ റീബൂട്ട് ആവുന്ന ഒരു അവസ്ഥ ഇതിനകത്ത് വരുന്നില്ല. ഇനി നമുക്ക് SMPS എടുത്തു കഴിയുവാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വില്ലൻ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് SMD കമ്പോണൻസാണ്. എപ്പോൾ വേണമെങ്കിലും ഒരു ഹൈ വോൾട്ടേജ് ലൈറ്റിങ്ങിലൊക്കെ ഇത് കത്തിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു റിലയബിലിറ്റി വേണ്ട സിസ്റ്റം, 24 മണിക്കൂറും കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സിസ്റ്റത്തിൽ എപ്പോഴും നല്ലത് ട്രാൻസ്ഫോമർ തന്നെയാണ്. കാര്യം ഇവനിത്തിരി ബൾക്കിയാണ്, റെക്ടിഫയറിന് ശേഷം വലിയ കപ്പാസിറ്ററൊക്കെ ഉപയോഗിക്കേണ്ടി വന്നാൽ പോലും നല്ല റിലയബിൾ ആണ്, വിശ്വസിച്ച് ഉപയോഗിക്കാം നമുക്ക്. ഇനി SMPS എടുക്കുവാണെങ്കിൽ നമുക്ക് SMPSൽ പ്രൊട്ടക്ഷൻ സിസ്റ്റംസ് ഒക്കെ ഇതുപോലെ കൊടുക്കുവാണെങ്കിൽ ഒരു പരിധി വരെ SMPS നമുക്ക് കത്തിപ്പോവാതെ സംരക്ഷിക്കാൻ പറ്റും. എന്ത് തന്നെയായാലും നിങ്ങൾക്ക് കോമ്പാക്റ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷനിൽ എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ SMPSും നല്ല റിലയബിലിറ്റി വേണ്ട സർക്യൂട്ടുകളിൽ നമ്മുടെ ഈ പറയുന്ന ട്രാൻസ്ഫോമർ പവർ സപ്ലൈ ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ എന്ത് തന്നെയായാലും ഇതേ രീതിയിലുള്ള നല്ല നല്ല ഇലക്ട്രോണിക്സ് ടിപ്പുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തിനു മടിക്കണം, ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ.